ഹലോ ഫ്രണ്ട്സ്, ഞങ്ങളൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്ന് വെച്ചാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്ന് എൻ്റെ മോളെ ചോറൂണിൻ്റെ വീഡിയോ ആണ്. ഞങ്ങൾ ചോറ് കൊടുക്കുന്നതിൻ്റെ തലേ ദിവസം തന്നെ അമ്പലത്തിലേക്ക് പോയിരുന്നു. ഞങ്ങളൊരു 5:30 ആകുമ്പോഴത്തേക്ക് ഇറങ്ങിയിട്ട് ഞങ്ങൾ രാത്രി ബ്ലോക്കൊക്കെ കുടുങ്ങിയിട്ട് നല്ല ലേറ്റായിട്ടാണ് അമ്പലത്തിലെത്തി. 12 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ തന്നെ ഒരു റൂം എടുത്തിട്ട് അവിടെ നിന്നായിരുന്നു. പിറ്റേന്ന് രാവിലെയാണ് ഞങ്ങൾ അമ്പലത്തിലേക്ക് പോയത്. ഞങ്ങളൊരു വർക്കിംഗ് ഡേ ആയിരുന്നു അമ്പലത്തിൽ പോയത്. അതുകൊണ്ട് തന്നെ അത്ര തിരക്കൊന്നുമില്ലായിരുന്നു. അമ്പലത്തിൽ ചോറ് കൊടുക്കുന്നതാണെങ്കിലും എല്ലാത്തിനും തിരക്കൊക്കെ നല്ല കുറവായിരുന്നു. പിന്നെ വെള്ളാട്ടമൊക്കെ ഞങ്ങൾക്ക് സുഖമായിട്ട് കാണാൻ പറ്റി. ഇതുവരെ പോയിട്ട് അങ്ങനെ വെള്ളാട്ടം അധികമൊന്നും തിരക്ക് പിടിച്ച് കാണേണ്ട അവസ്ഥയേ ഉണ്ടായുള്ളൂ. പക്ഷേ ഇത് ഞങ്ങളന്ന് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തിരക്കൊക്കെ കുറവായതുകൊണ്ട് ഞങ്ങൾക്ക് സുഖമായിട്ട് വെള്ളാട്ടമൊക്കെ കാണാൻ പറ്റി. ചോറ് കൊടുക്കാൻ പോയ ദിവസം തലേന്നോട്ട് നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് പുഴയിലൊക്കെ നല്ല ഒഴുക്കായിരുന്നു അവിടുത്തെ. എന്തായാലും മോളെ കാലൊക്കെ കഴിച്ചിട്ടാണ് ചോറ് കൊടുക്കാൻ എത്തിയത്. ചോറ് കൊടുക്കുന്നതിലും തിരക്കൊക്കെ കുറവായിരുന്നു. ഞങ്ങളൊരു 7 മണിക്ക് അവിടെ ചോറ് കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾക്കൊരു 7:15 ആകുമ്പോഴത്തേക്ക് ഞങ്ങൾ മോളെ ചോറൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ചോറൊക്കെ കൊടുത്ത് പിന്നെ പുറത്തുനിന്നാണ് ഞാനും പിന്നെ അമ്മയും എല്ലാവരും മോനൊക്കെ ചോറ് കൊടുത്തത്. സുഖമായിട്ട് കഴിച്ചിട്ട് സുഖമായിട്ട് എല്ലാ ഇതും നല്ല രീതിയിൽ തന്നെ ചോറ് കൊടുക്കാനൊക്കെ പറ്റി. ഒക്കെ ഇഷ്ടമായിരുന്നു. ആദ്യം ഞാൻ കൊടുക്കുമ്പോൾ വായിൽ കുറച്ച് വെക്കാനൊക്കെ കുറച്ച് ഇഷ്ടക്കേടായിരുന്നു. പിന്നെ ഇഷ്ടപ്പെട്ട് പിന്നെ എല്ലാവരും കൊടുത്തപ്പോൾ ഒക്കെ കഴിച്ചു. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത കുറച്ച് കൂട്ടുകാർക്കെങ്കിൽ എന്നെ അറിയാൻ ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്താ വെച്ചാൽ ഞാൻ കുറേ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ ചാനലൊക്കെ മോണിറ്റൈസേഷൻ ആവാനായിരുന്നു. പക്ഷേ കൊറോണ വന്ന് വീട്ടിലെല്ലാവർക്കും കൊറോണയൊക്കെ വന്ന് ഒരു മാസമൊക്കെ പുറത്തിറങ്ങാൻ പറ്റാതായപ്പോൾ പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഹവറൊക്കെ കുറഞ്ഞൊക്കെ ഇതായതാണ്. അതാണ് പിന്നെ ചാനലിൽ വീഡിയോ ഇടാനൊക്കെ ഒരിതായി. ഇപ്പോൾ ഞാൻ പിന്നെയും ഇറങ്ങിയതാണ് വീഡിയോ ഒക്കെ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ കാണുന്ന എല്ലാവരും എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിലും പുതിയ സബ്സ്ക്രൈബേഴ്സൊക്കെ ആണെങ്കിലും എല്ലാവരും എന്തായാലും മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് എന്തായാലും സപ്പോർട്ട് ചെയ്യുക. ഇനി എന്തായാലും ഞാൻ വീഡിയോ ഒക്കെ ഇടും. കാണുന്ന കൂട്ടുകാരെല്ലാവരും ഒന്ന് പറയണേ, ഇനി ഇങ്ങനത്തെ വീഡിയോ ഇടണോ, ഡേ ഇൻ മൈ ലൈഫ് ആണോ അങ്ങനത്തെ. ഞാൻ കൂടുതലും പണ്ടൊക്കെ ചെയ്തിരുന്ന ഡേ ഇൻ മൈ ലൈഫ് അതിനും കൂടുതലും ഷോർട്സൊക്കെ കുറവായിരുന്നു. ഇപ്പോൾ കുറച്ചായിട്ട് ഷോർട്സാണ് ഞാൻ ഇടുന്നത്. ഇനി എങ്ങനത്തെ വീഡിയോ ഇടണോ ഒക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. ഞങ്ങൾ എന്തായാലും സപ്പോർട്ട് ചെയ്യണം. ചോറൊക്കെ കൊടുത്ത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കുറച്ച് അവിടെയൊക്കെ ഇരുന്ന് കേട്ടോ. കുറച്ച് കഴിഞ്ഞേരെയാണ് പിന്നെ ഞങ്ങൾ ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞേരെയാണ് അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയത്. ചോറ് ഫുഡ് കഴിക്കുന്ന ഞങ്ങൾ വേഗം തന്നെ കയറിയിട്ടുണ്ടായിരുന്നു. മോളുള്ളതുകൊണ്ട് വേഗം കയറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ ഈവനിങ് ഒരു നേരത്തെ വീട്ടിലെത്തി. ഉച്ചയ്ക്ക് ഫുഡ് ഒക്കെ കഴിച്ച് വേഗം ഇറങ്ങിയോണ്ട് ഞങ്ങൾ അത്ര ലേറ്റായിട്ടല്ല വീട്ടിലെത്തി. നേരത്തെ ഒരു 5-5:30 ആകുമ്പോഴത്തേക്ക് വീട്ടിലൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരുപാട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഹവറൊക്കെ പോയപ്പോൾ ഞാൻ ഫുള്ള് ഡിലീറ്റ് ആക്കിയാണ്. ഇനി ചാനൽ എങ്ങനെ മുന്നോട്ട് പോകുന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഇനിയും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് എന്തായാലും ഞാൻ വരും. അപ്പോൾ എല്ലാവരും എന്തായാലും നല്ലോണം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്തായാലും കാണുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. എൻ്റെ പഴയ സബ്സ്ക്രൈബേഴ്സാണോ പുതിയതായിട്ട് വന്നാണോ എന്നൊക്കെ എനിക്ക് അറിയാൻ വേണ്ടിയിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ ബൈ.